പപ്പമാർ ഒരുമിച്ച് കൂടുന്ന ഈ ബോണ്ണത്താലെ വീൽ ചെയറിൽ പോലും ക്രിസ്മസ് പപ്പമാർ അണിനിരന്നുകൊണ്ട് വേൾഡ് റെക്കോർഡ് പിന്നിട്ട ഈ ബോണ്ണത്താലയിലെ ദൃശ്യങ്ങൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. പിറകിൽ 30,000 പരം ക്രിസ്മസ് പപ്പമാർ ഒരുമിച്ച് നിൽക്കുന്ന ഈ ബോണ്ണത്താലയുടെ ഈ കാഴ്ച വളരെ സ്മരണീയം തന്നെയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ഗിന്നസ് റെക്കോർഡിനെ അട്ടിമറിച്ചുകൊണ്ട് 18,112 പപ്പമാർ ഗിന്നസ് റെക്കോർഡ് അധികാരികൾ രേഖപ്പെടുത്തിയ ഈ ക്രിസ്മസ് കരോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് കരോളായി മാറുകയാണ്. പിതാവും മന്ത്രിമാരും അടക്കം പ്രമുഖ നേതാക്കൾ മുൻനിരയിൽ വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവരാണ് ഇതിന്റെ നടത്തിപ്പുകാർ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ക്രിസ്മസ് ഘോഷയാത്രയുടെ ഫ്ലാഗ് ഓഫ് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിക്കഴിഞ്ഞ ബോണ്ണത്താലെ ഘോഷയാത്രയുടെ ദൃശ്യങ്ങളാണ് തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂരിലെ പൗരപ്രമുഖർ ഇതാ ഈ ബോണ്ണത്താലയുടെ വലിയ ആഘോഷത്തിൽ പങ്കുചേരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്രയം മെത്രാപ്പോലീത്ത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, മേയർ രാജൻ ചെപ്പല്ലൻ, ഗിന്നസ് റെക്കോർഡ് അധികാരികളെയും ഇതിനിടയിൽ കാണാം. ജോണി നെല്ലൂർ, റോമിലെ പോണ്ടിഫിക്കൽ ലാറ്ററൻ യൂണിവേഴ്സിറ്റി മേജർ ആയിട്ടുള്ള വത്തിക്കാനിൽ നിന്നുള്ള പ്രതിനിധിയായിട്ടുള്ള റെക്ടർ ആർച്ച് ബിഷപ്പ് എൻകിക്കോ ഡാൽ കൊവാളോ തുടങ്ങിയ പ്രമുഖർ ഇതാ ഈ ഘോഷയാത്രയിൽ അണിചേരുകയാണ്. നഗരം കീഴടക്കിക്കൊണ്ട് സാന്താക്ലോസ് കൂട്ടങ്ങൾ ഒഴുകിയിറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. സ്വരാജ് റൗണ്ടിലേക്ക് ശക്തൻ നഗരിൽ നിന്നും, ശക്തൻ സ്ക്വയറിലെ ബോണ്ണത്താലെ സ്ക്വയറിൽ നിന്നും പ്രത്യേകം ഗിന്നസ് റെക്കോർഡിന് സാക്ഷ്യം വഹിച്ചതിനു ശേഷം ആ സന്തോഷം പങ്കുവയ്ക്കാൻ ഇതാ സ്വരാജ് റൗണ്ടിലേക്ക് 30,000 പരം ക്രിസ്മസ് പപ്പമാർ അണിനിരക്കുന്ന ബോണ്ണത്താലെ ലോകത്തിലെ ഏറ്റവും വലിയ ഗിന്നസ് റെക്കോർഡായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരേ മനസ്സോടെ ക്രിസ്മസിന്റെ വലിയ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വലിയ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് സ്വരാജ് റൗണ്ടിലേക്ക് വിദേശികൾ അടക്കമുള്ളവർ ഇതാ ഈ വലിയ സംഗമത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നു. സ്വരാജ് റൗണ്ടിന്റെ ഇരുവശങ്ങളിലായി കുഞ്ഞു പറഞ്ഞ 10,000-കണക്കിന് കാണികളെ അത്ഭുതത്തോടെയാണ് അവർ ഈ ഒരു സംഗമം നോക്കിക്കാണുന്നത്. തൃശ്ശൂർ കണ്ടുപിള്ളയിൽ വെച്ച് ഒരു വലിയ സംഗമമായി ഇതാ മാറുന്നു. സാന്താക്ലോസ് വേഷധാരികളുടെ ഒരു വലിയ ഒഴുക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്ന് എത്തിച്ചേർന്ന 10,000 ഒരേ മനസ്സോടെ, ഒരേ വേഷത്തോടെ, ഒരേ താളത്തോടെ ഇതാ സാന്താക്ലോസ് വേഷധാരികളായിക്കൊണ്ട് 2014 ക്രിസ്മസ് തൃശ്ശൂരിനെ അടയാളപ്പെടുത്തി കൊടുക്കുന്നു. ആഘോഷങ്ങളുടെ ഈ നഗരത്തിന്, പൂരങ്ങളുടെ നഗരത്തിന്, പുലിക്കളിയുടെ നഗരത്തിന് ഇതാ മറ്റൊരു ആഘോഷം കൂടെ, മതമൈത്രിയുടെ വലിയ സന്ദേശം വിളിച്ചുകൊണ്ടുള്ള തൃശ്ശൂർ നഗരത്തിന് മറ്റൊരു ചരിത്ര മുഹൂർത്തം കൂടെ പങ്കുവെച്ചുകൊണ്ടാണ് 2014 ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്ന് വലിയ സന്തോഷം പകരുന്നു. ബോൺ നത്താലെ, മെരി ക്രിസ്മസ്, നല്ല ക്രിസ്മസ് എന്നർത്ഥം വരുന്ന ബോൺ നത്താലെ എന്ന ഈ ക്രിസ്മസ് ഘോഷയാത്ര വലിയ ആവേശം വിതറിക്കൊണ്ട് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ജില്ലയുടെ സ്വന്തം ചാനൽ നഗരത്തിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. മെരി ക്രിസ്മസ് പാടിക്കൊണ്ട് ക്രിസ്മസിന്റെ വലിയ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് സാന്താക്ലോസുമാർ
ആദ്യഘട്ടം സാന്താക്ലോസുമാർ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനിയും കാത്തിരിക്കുന്നത് വിസ്മയത്തിന്റെ വലിയ കാഴ്ചകളാണ്. 20-ൽ പരം നിശ്ചല ദൃശ്യങ്ങൾ പ്രശസ്ത ശില്പിയായ ഡാവിഞ്ചി സുരേഷ് അണിയിച്ചൊരുക്കിയ നിശ്ചല ദൃശ്യങ്ങൾ കണ്ടും കേട്ടറിഞ്ഞ ആ നിശ്ചല ദൃശ്യങ്ങൾക്കുള്ള കാത്തിരിപ്പിനാണ് ഇപ്പോൾ കാണികൾ. വിസ്മയത്തിന്റെ വലിയ കാഴ്ചകളെ കാത്തിരിക്കുകയാണ് കാണികൾ. വിശിഷ്ട വ്യക്തികൾ കൂടി ഈ ഘോഷയാത്രയിൽ അലിഞ്ഞു ചേർന്ന് ഈ വലിയ കൂട്ടത്തോടൊപ്പം സ്വരാജ് റൗണ്ടിൽ ഇറങ്ങി നടക്കുമ്പോൾ അത് വലിയ ഒരു കാഴ്ചയുടെ അനുഭവമാണ് പ്രേക്ഷകർക്ക് സമ്മാനം. സാന്താക്ലോസ് വേഷധാരികളായി ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കുചേരുമ്പോൾ നാനാജാതി മതസ്ഥർ പാലന സേന ഇട്ടുണ്ട്. നേരത്തെ തന്നെ അറിയാം ഇതൊരു വലിയ ചരിത്ര സംഭവമാകും. എത്രയും അധികം ജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തും എന്നതുകൊണ്ട് തന്നെ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ പോലീസിന്റെ നീണ്ട ഒഴുകിയെത്തുന്ന ക്രിസ്മസ് പപ്പമാരുടെ സംഗമത്തെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് കരോളായി പപ്പ സംഗമമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ദ ലാർജസ്റ്റ് ബോൺ നതാലെ ദ വേൾഡ്. അണിയിച്ചൊരുക്കുന്ന നൃത്തരൂപങ്ങളൊക്കെയായി ഇതാ ഇപ്പോൾ മറ്റൊരു സംഘത്തെ സാന്താക്ലോസുകാരിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു സംഘത്തെയാണ് ഇപ്പോൾ പ്രേക്ഷകർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. തിങ്ങി നിറഞ്ഞ കാണികളെ ആനന്ദത്തിൽ ആരംഭിച്ചുകൊണ്ട് ബോൺ നതാലെ ഘോഷയാത്ര ഏറ്റവും മനോഹരമായി മുന്നേറുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് കരോളായി മാറിയ ബോൺ നതാലെ ഘോഷയാത്രയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അധികൃതർ 11,112 പാപ്പമാർ ഔദ്യോഗികമായി ഈ ബോൺ നതാലെ ഘോഷയാത്രയിൽ പങ്കെടുത്തു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിനേക്കാൾ എത്രയോ അധികം സാന്താക്ലോസുമാരാണ് ഇപ്പോൾ തൃശ്ശൂർ നഗരത്തിലായിരിക്കുന്നത് എന്നത് വലിയ ആനന്ദം പകരുന്ന കാഴ്ചയാണ്. നിർദ്ദേശപ്രകാരം മുഖംമൂടി ധരിക്കാതെയാണ് സാന്താക്ലോസുമാരുടെ വേഷം ധരിച്ചുകൊണ്ട് വിവിധ ഇടവകയിൽ നിന്നുള്ള ഭക്തജനങ്ങളും റോമിലെ പൊന്തിഫിക്കൽ ലാറ്ററൽ യൂണിവേഴ്സിറ്റി മേജർ റെക്ടർ ആർച്ച് ബിഷപ്പ് ആൻഡ്രിക്കോ ഡാൽ കോവാളോ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്ന വലിയ സന്തോഷം പകരുന്നു. ആർച്ച് ബിഷപ്പ് അടപുലിത്തമായ രാജൻ പല്ലൻ കളക്ടർ MS ജയ, ടി എസ് സുന്ദർമേനോൻ തുടങ്ങിയ പൗരപ്രമുഖരുടെ നേതൃത്വത്തിൽ ഈ ബോൺ നതാലെയുടെ മുഖ്യ സ്പോൺസറായ കല്യാൺ ജ്വല്ലറി സാരഥി TS കല്യാണരാമൻ, പതിനായിരങ്ങൾ സാക്ഷിവെത്തി സ്വരാജ് റൗണ്ടിൽ സാന്താക്ലോസുമാരുടെ വലിയ സംഘങ്ങൾ ഇറങ്ങിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഇതാ പൂരനഗരി പാപ്പ നഗരിയായി മാറിയിരിക്കുന്നു. പൂരം പോലെ പുലിക്കൽ പോലെ ഒരു ബോൺ നതാലെ പോലെ തൃശ്ശൂരിന് സ്വന്തമാക്കുമ്പോൾ ബോൺ നതാലെയുടെ 2ാമത് എഡിഷൻ ചരിത്രമായിരിക്കുന്നു.